നമസ്കാരം. ലൈവ് അപ്ഡേറ്റ് ആണ്. ലൈവിൽ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു അടി കഴിഞ്ഞിട്ടിരിക്കുകയാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് ഈ മിഡ് വീക്ക് സസ്പെൻഷനിലുള്ള ഓരോരുത്തരോടും ചോദിക്കുകയാണ്, നിങ്ങളിൽ പലരും പറയുന്നത് കേട്ടു നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സഹായികൾ അത്ര പോരാ എന്നുള്ളത്. അപ്പോൾ ഈ മിഡ് വീക്ക് സസ്പെൻഷനിലേക്കുള്ള ഓരോരുത്തരെയും വിളിപ്പിച്ചിട്ട് അവരുടെ സഹായികളെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കുകയാണ്. ആദ്യം വന്നിട്ടുള്ളത് ഒണിയിലാണ്. അപ്പോൾ ഒണിയിൽ പറയുന്നു, ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, എനിക്ക് അവരെക്കുറിച്ചിട്ടൊന്നും പറയാനില്ല. ഇന്നലെ അവർ മാക്സിമം ശ്രമിച്ചു, ഇന്ന് അവരുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് 1ാം സ്ഥാനത്തേക്ക് വരാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് അവരോട് പോയി ഇരിക്കാൻ പറയുന്നു. അതിനുശേഷം ശാരിക KB ആണ് വരുന്നത്. ശാരിക വന്നിട്ട് പറയുന്നു, എനിക്ക് ആദിലേനെയും നൂറേനെയും കുറിച്ചിട്ട് പ്രത്യേകിച്ച് പരാതികളൊന്നുമില്ല, പക്ഷേ ബിന്നീൻ്റെ പെർഫോമൻസിൽ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ശാരികനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആദിലയും നൂറയും സംസാരിക്കുകയാണ്. ഇന്നലത്തെ ടാസ്കിൽ ആദില പറയാണ്, ഇന്നലത്തെ ടാസ്കിലും ഞാൻ ബിന്നീൻ്റെ അടുത്ത് ആവർത്തിച്ച് ചോദിച്ചതാണ് മഡ്പുട്ടിലേക്ക് ബിന്നി തന്നെ ഇറങ്ങിക്കോളൂ എന്ന്. കാരണം ആദിലേക്ക് മഡ്പുട്ടിലേക്ക് ഇറങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ബിന്നി പറഞ്ഞു, ഇല്ല ബിന്നി തന്നെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അതിലേക്ക് ഇറങ്ങാൻ കഴിയില്ല, വേറെ ഡ്രസ്സ് ഇല്ലയെന്ന്. അപ്പോൾ നൂറ പറഞ്ഞു, ഞങ്ങൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നതാണ്, ബിഗ് ബോസ് വേറെ ഡ്രസ്സ് തരുമായിരിക്കും എന്നും പറഞ്ഞിരുന്നതാണ്, പക്ഷേ ആക്ടിവിറ്റി ഏരിയയിലേക്ക് എന്നപ്പോഴത്തേക്കിനും അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഇന്നത്തെ ടാസ്കിലും അതുപോലെ തന്നെ ബിന്നിയാണെങ്കിൽ വലിയ സ്യൂട്ട് കേസ് മാത്രം എടുത്തുകൊണ്ട് അവിടെ പോയി നിന്നു. പിന്നെ ആദില മാത്രമാണ് സാധനങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ ബിന്നി പറയുന്നത് അതിലൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചിരുന്നു, അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ല, അതാണ് സംഭവിച്ചതെന്ന് പറയുന്നു. അതിനുശേഷമാണ് അനീഷിനെ വിളിക്കുന്നത്. അപ്പോൾ അനീഷ് ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നു, എന്താണ് അനീഷ് ചിരിക്കുന്നതെന്ന്. അപ്പോൾ അനീഷ് പറയുന്നു, എൻ്റെ സ്വന്തം അവസ്ഥ ആലോചിച്ച് ചിരിച്ചു പോയതാണ് ബിഗ് ബോസ്, ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ട് എനിക്ക് സ്വയം എന്നെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ചിരിച്ചു പോയതാണെന്ന് പറയുന്നു. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നു, സ്വന്തം സഹായികളെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ മറ്റുള്ളവരെക്കാട്ടിലും കണ്ടിന്യൂസ് ആയിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ അവരെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, പക്ഷേ അവരുടെ പെർഫോമൻസിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ഇന്നലത്തെ ടാസ്കിൽ ശരത്തിന് എടുത്ത താക്കോല് പ്രോപ്പറായിട്ട് അത് ഉപയോഗിക്കാൻ പോലും പറ്റിയിട്ടില്ല. അനിമോളോടാണെങ്കിൽ അനിമോൾ കറക്റ്റായിട്ട് ടാസ്ക് ലെറ്റർ പോലും വായിക്കാതെ ഈ സേഫ്റ്റി ഗിയറുകളൊന്നും ഇടാതെ നേരെ ഈ കളിമണ്ണിലേക്ക് എടുത്ത് ചാടുമായിരുന്നു. പിന്നെ അനീഷ് വന്ന് ദേഷ്യപ്പെട്ടതിന് ശേഷമാണ് വീണ്ടും അനുമോൾ തിരിച്ചു കയറി ഇതൊക്കെ ഇട്ടിട്ട് വീണ്ടും ഇറങ്ങുന്നത്. അപ്പോഴേക്ക് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ എന്നെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇന്നലത്തെ ഗെയിം കഴിഞ്ഞപ്പോഴൊന്നും ഇവരോട് അത് പറഞ്ഞിട്ടില്ല, വേറെ എവിടെയും ഞാൻ പോയി പറഞ്ഞിട്ടില്ല. ഇവരെ മാക്സിമം ഞാൻ പ്രോത്സാഹിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ ഒരു അവസരം തന്നുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് ഒരുപാട് ഇവർക്കെതിരെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ശരത്തും അനുമോളും കൂടെ ഇറങ്ങി വന്നിട്ട്, താൻ ഇങ്ങനൊന്നും അല്ലല്ലോ, താൻ കുറച്ച് മുമ്പ് കൂടെ പറഞ്ഞത് എൻ്റെ തല പോയാലും ഞാൻ നിങ്ങളെ മാറ്റി പറയില്ലെന്നല്ലേ, എന്നിട്ടാണ് ഇപ്പം ഇങ്ങനെ പറയുന്നത് ചോദിച്ചപ്പോൾ, എൻ്റെ കാര്യം ഞാനല്ലാതെ വേറെ ആര് പറയാനാണ്, നിങ്ങൾ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇവിടെ നിലനിൽക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്, ഡെഡ് സോണിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കേണ്ടത് ഞാനാണ്, അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആത്മാർത്ഥമായിട്ട് ഇവർ ടാസ്ക് ചെയ്യുന്നതായിട്ട് അനീഷിന് തോന്നുന്നില്ല എന്നുള്ളതാണ് അനീഷ് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, ശരി ശരി നിങ്ങൾ അവിടെ ഇരിക്കൂ, ഞാൻ ഇതിനൊരു പരിഹാരം കാണാം, ഇപ്പോഴുള്ള നിങ്ങളുടെ സഹായികളെ ഷഫിൾ ചെയ്യാമെന്ന്. അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ബൗളും പേനയും പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. ഈ 6 പേരൊഴികെ ബാക്കി എല്ലാവരുടെയും പേരുകൾ എഴുതിയിട്ട് ബൗളിലിടുന്നു. ഈ 6 പേരും വന്നിട്ട് 2 പേപ്പർ വീതം എടുക്കുന്നു. അങ്ങനെ റെനയ്ക്ക് രണ്ടാമത് കിട്ടിയിട്ടുള്ള സഹായികൾ ബിന്നീനെയും ശരത്തിനെയാണ്. ശാരികയ്ക്ക് കിട്ടിയിട്ടുള്ളത് അനുമോളിനെ അക്ബറിനെയാണ്. രേണുവിന് ഷാനവാസ് നെവിൻ, ശാരികയ്ക്ക് ബിൻസി അഭിലാഷ്, ഒണീലിന് ആര്യൻ ജിസേൽ, അനീഷിന് ശൈത്യയും ആദിലയും നൂറയും. ഈ രണ്ടാമത് സഹായികളെയൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എല്ലാവരോടും പിരിഞ്ഞു പോകാൻ പറഞ്ഞു. അപ്പോൾ ആദിലയും നൂറയും ശൈത്യയും കൂടെ അനീഷിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുകയാണ്. അനീഷ് ഇവരോട് ഇങ്ങനെ കാര്യം പറയുകയാണ്, എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഇങ്ങനെ പറയേണ്ടി വന്നതെന്ന്. ഇന്നലത്തെ ടാസ്കിൽ ഈ താക്കോല് കുറേ എടുത്തിട്ട് വന്നിട്ട് ഇത് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശരത്തിനെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. എടുത്ത താക്കോല് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ എന്തുകൊണ്ട് പറ്റിയില്ല. അനുമോൾ കറക്റ്റായിട്ട് ടാസ്ക് ലെറ്റർ വായിക്കാതെ ഈ സേഫ്റ്റി ഗിയറൊന്നും ഇടാതെ എടുത്ത് ചാടുകയും 2-3 പ്രാവശ്യം ഞാൻ തിരിച്ച് ദേഷ്യപ്പെട്ടതിന് ശേഷം തിരിച്ച് വന്ന് ഇതൊക്കെ ഇട്ട് പോകുമ്പോഴത്തേക്കിനും സമയം പോയിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ. അപ്പോൾ അവരെന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ എൻ്റെ കാര്യം ശൈത്യയോ ആദിലയോ നൂറയോ ഒന്നും പറയില്ലല്ലോ, ഞാൻ തന്നെ പറയണ്ടേ. ഇപ്പോൾ ബിഗ് ബോസ് തന്നെ പറഞ്ഞില്ലേ, ഈ 6 പേരിൽ ആരോ സഹായികൾ മോശമാണ് എന്നുള്ളത് എവിടെയോ ഇരുന്ന് പറഞ്ഞു എന്നുള്ളത്. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, എനിക്കൊരു അവസരം കിട്ടിയപ്പോഴത്തേക്കിനുമാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ അങ്ങനെ പറഞ്ഞത് ഭയങ്കര മോശമായിപ്പോയി, നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് ചേട്ടന് വേണ്ടിയിട്ട് കളിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നൂറ് പെട്ടെന്ന് പറയുന്നു, നീ ആദ്യം ചേട്ടൻ എന്താ പറഞ്ഞതെന്നുള്ളത് കേൾക്ക്, ഞങ്ങളോടിപ്പോൾ ചേട്ടൻ സംസാരിച്ചത് ഞങ്ങൾക്ക് കൺവിൻസിങ് ആണ് എന്ന് നൂറ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുന്നു. പക്ഷേ അവിടെ എല്ലാവരും
അനീഷിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അനീഷിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ശരത്ത് ഈ നൂറേൻ്റെ അടുത്തും ആദിലേൻ്റെ അടുത്തും ശൈത്യേൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഗെയിം കളിച്ചോ, ഈ മനുഷ്യനെ വിശ്വസിക്കല്ലേ, ഇവൻ ചതിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാവരും ഇവർക്കെതിരെ ഇങ്ങനെ അനീഷിനെതിരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.